പ്രിന്റഡ് കോട്ടന്റെ 3-piece സെറ്റ് തന്നെയാണ്. പക്ഷെ നമ്മൾ സാധാരണ ചെയ്യുന്ന പാറ്റേണിൽ നിന്നൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. പലാസോ ഫിറ്റിംഗ് ആണ് വന്നേക്കുന്നത് കേട്ടോ ബോട്ടത്തിന്. അപ്പൊ എല്ലാ കളേഴ്സിലേക്കും തന്നെ വെച്ചിട്ട് രണ്ട് പ്രിന്റുകളിലേക്ക് വരുന്നുണ്ട്. യെല്ലോയുടെ 2 ഉണ്ട്, നമ്മുടെ ബ്രിക്ക് കളറിന്റെ 2 ഉണ്ട്, ബ്ലാക്കിന്റെ 2 ഉണ്ട്, ബ്ലൂവിന്റെ ഒരെണ്ണം ഞാൻ ഇട്ടേക്കും അല്ലേ. അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലേക്ക് വന്നേക്കുന്നതാണ് ഫസ്റ്റ് ഷെയ്ഡ്. അപ്പൊ ഇതിന് കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഉള്ളത് പറഞ്ഞാൽ മിഡിലേക്ക് ഫുള്ളായിട്ട് വേറൊരു പാനലാണ് യൂസ് ചെയ്തേക്കുന്നത്, വേറൊരു പ്രിന്റ് ആണ്. അപ്പൊ ബോട്ടത്തിന്റെ ആ ഒരു പാച്ച് സാധാരണ നമ്മളെപ്പോഴും യോക്കിലേക്ക് കൊടുക്കുന്നത്. ഇതിപ്പോ ടോപ്പിന്റെ ഫാബ്രിക് വേറെയാണ്, മീൻസ് ഫാബ്രിക് സെയിം തന്നെയാണ്, പ്രിന്റ് ഡിഫറെന്റ് ആണ്, ദുപ്പട്ടയുടെ പ്രിന്റ് ഡിഫറെന്റ് ആണ്. അതേപോലെ തന്നെ ഇതിന്റെ സൈഡിലേക്കും ബാക്കിലേക്കും കൊടുത്തേക്കുന്ന ആ ഫാബ്രിക്കിന്റെ പ്രിന്റും ഡിഫറെന്റ് ആണ്. അതിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യോക്കിലേക്കായിട്ടൊരു സീക്വൻസിന്റെ ഹാൻഡ് വർക്ക് വരുന്നുണ്ട്. സ്ലീവിന്റെ എൻ പോർഷനിലേക്കായിട്ടാണെങ്കിലും വേറൊരു പടിയും കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡ് ബോർഡേഴ്സിലേക്കായിട്ട് പാനൽസിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും വേറൊരു പാച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. കോട്ടൺ ലൈനിങ് ഇതിനോട് അറ്റാച്ച്ഡ് ആണ്. 1390 റേറ്റിലേക്കാണ് നമ്മളിത് കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ. ദുപ്പട്ടയാണെങ്കിലും കുറച്ചുകൂടെ നല്ല ഡിഫറെൻ്റ് ആയിട്ട് കുറച്ചുകൂടെ വലിയൊരു പ്രിന്റ് വരുന്ന രീതിയിലേക്കാണ് ഇടാൻ വേണ്ടിയിട്ട് നല്ല കംഫർട്ടബിളാണ്. ബോട്ടമാണ് നമ്മൾ സാധാരണ എപ്പോഴൊരു നമ്മുടെ ഒരു സെമി പലാസോ ഒക്കെ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം കുറച്ചുകൂടെ ഒരു ലൂസ് ഫിറ്റിലേക്ക് നിൽക്കുന്ന പലാസോയാണ്. ഇപ്പോൾ പലാസോ ഫിറ്റിംഗ് ഇഷ്ടമില്ലാത്തവർക്ക് നിങ്ങൾക്ക് അതിൻ്റെ വണ്ണം കുറച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മുടെ നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് നമ്മുടെ മസ്റ്റർഡ് യെല്ലോ തന്നെയാണ്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മുടെ വലിയ ആ ഒരു മാംഗോ പ്രിന്റ് വന്നേക്കുന്ന സൈഡ്സിലേക്കായിട്ടാട്ടോ ഇടാൻ വേണ്ടിയിട്ടാണ്. നല്ല കംഫർട്ടബിൾ ആണ്. കോട്ടൺ ലൈനിങ് അതിനോട് അറ്റാച്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ദുപ്പട്ട മാറ്റിയിട്ടുള്ള ടോപ്പിന്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാട്ടോ. കാരണം ദുപ്പട്ട മറിഞ്ഞെടുക്കുമ്പോൾ ഈ ഒരു സൈഡ് പാനൽസിന്റെ ആ ഒരു പ്രിന്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകുകയില്ല. അതായത് 2 സൈഡ് പാനൽസിലേക്കും ബാക്കിലേക്ക് ഓൾ ഓവർ ആയിട്ടും നമ്മുടെ സ്ലീവിന്റെ മെയിൻ ബോഡിയിലേക്കും വരുന്നത് ചെറിയ പ്രിന്റാണ്. അതായത് എന്താണോ മിഡിലേക്ക് വരുന്നത് അതിന്റെ ഒരു കുറച്ചുകൂടെ ചെറുതായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ദുപ്പട്ടയാണെങ്കിലും കുറച്ചുകൂടെ ഒരു എല്ലാത്തിനും തന്നെ ദുപ്പട്ട സെയിം ആയിട്ടാണ് വരുന്നത്. കുറച്ചുകൂടെ വലിയ ടൈപ്പ് ഓഫ് പ്രിന്റുകളാണ്. സൈഡിലേക്കായിട്ട് വരുമ്പോൾ ഒരു സ്ട്രൈപ്പ് പാറ്റേണിലേക്കുള്ള പ്രിന്റുകളും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് മസ്റ്റർഡ് യെല്ലോ. നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് നമ്മുടെ ഡാർക്ക് ഒരു ബ്രിക്ക് കളറിലേക്കാട്ടോ എല്ലാവരും തന്നെ ഫേവറേറ്റ് ആയിട്ട് വന്നേക്കുന്ന ഒരു ഷെയ്ഡാണ്. അപ്പോൾ ഇതിന്റെ അപ്പർ യോക്ക് പോർഷനിലേക്കായിട്ട് എല്ലാത്തിനും തന്നെ ഒരു സീക്വൻസിന്റെ ഒരു ഹാൻഡ് വർക്കും കൂടെ കൊടുത്തേക്കുന്നത്. നല്ല കംഫർട്ടബിൾ ആണ് ഇടാൻ വേണ്ടിയിട്ട്. ലൂസ് ഫിറ്റിലേക്ക് ഒരു സെമി അല്ലട്ടോ, നല്ല പലാസോ ഫിറ്റിലേക്കുള്ള ഒരു ബോട്ടം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് ബ്ലാക്ക് ആട്ടോ. പാറ്റേണും കാര്യങ്ങളൊക്കെ സെയിം ആയിട്ട് തന്നെയാണ്. ഇതിന്റെ പ്രിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞും വരുമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിന്റെ പ്രൈസ് നമ്മൾ വന്നേക്കുന്നത് 1390. നമ്മുടെ ബ്ലാക്ക് കളറിന്റെ തന്നെ നെക്സ്റ്റ് പാറ്റേൺ വന്നേക്കുന്നത് ഈ ഒരു രീതിയിലേക്കാണ്. ഇതിന്റെ മിഡിൽ പാനലിലേക്കാണ് വലിയ പ്രിന്റുകൾ വന്നേക്കുന്നത്. നമ്മൾ ആദ്യം കണ്ട ബ്ലൂവിന്റെ തന്നെ വേറൊരു കൈൻഡ് ഓഫ് പ്രിന്റ് വന്നേക്കുന്നത് കേട്ടോ. ഇതിന്റെ മിഡിൽ പാനലിലേക്ക് വന്നേക്കുന്നത് നല്ല വലിയ മാങ്ങ പ്രിന്റ് ആണ്. സൈഡിലേക്കായിട്ട് ചെറിയ രീതിയിലേക്കുള്ള പ്രിന്റുകളും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് വന്നേക്കുന്ന ഫിറ്റിംഗ് ആണ്. ഞാനിപ്പോൾ ഇതിനകത്ത് ലാർജ് സൈസാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇടാൻ വേണ്ടിയിട്ടാണ് അത്ര കംഫർട്ടബിൾ ആണ് ഈ ഒരു ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ. ബ്രിക്ക് കളറിന്റെ തന്നെ നെക്സ്റ്റ് പാറ്റേണിലേക്ക് വന്നേക്കുന്നത് ഇങ്ങനെയാണ്. നടുവിലേക്കായിട്ട് വലിയ ആ ഒരു പ്രിന്റുകളാണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ തിരുവമ്പാടിൽ നമ്മുടെ ഫ്ലോറൻസയുടെ ഷോപ്പിലും നമ്മൾ ഈ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പ്രൊഡക്ട്സ് എല്ലാം തന്നെ അവൈലബിൾ ആയിരിക്കും കേട്ടോ.